1996-97 വർഷത്തിൽ ഞാൻ നിലമ്പൂർ എസ് ഐ ആയിരുന്നു. ആ സമയത്ത് സാധാരണ മോഷണങ്ങളൊക്കെ ഇന്നത്തേനേക്കാൾ അപേക്ഷിച്ച് കൂടുതലാണ്. മോഷണം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മോഷണങ്ങൾ, ഭണ്ഡാര മോഷണമാണെങ്കിലും വീട് കയറിയിട്ടുള്ള മോഷണമാണെങ്കിലും പോക്കറ്റടി ആണെങ്കിലൊക്കെ കൂടുതലായിരുന്നു. ഇന്ന് പൊതുവെ അത്തരത്തിലുള്ള കേസുകൾ കുറവാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനൊരു കാരണം ഒന്ന് ടെക്നോളജി, എവിടെ വന്നാലും നമ്മൾ ടവർ ലൊക്കേഷൻ നോക്കുന്നു, മറ്റൊന്ന് CCTV ഉണ്ട്, മറ്റൊന്ന് നമ്മളുടെ വികസനമാണ്. നമ്മുടെ ടൗണുകളൊക്കെ ഇന്ന് ഉറങ്ങുന്നത് ഒരു 12 മണിക്ക് ശേഷമാണ്. അത് തന്നെ ഒരു 3 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ആ രീതിയിലാണ്. പണ്ടായിരുന്നെങ്കിൽ 8 മണി 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം ആരും ഉണ്ടാവില്ല, കൂരാക്കൂരിട്ടാണ് അങ്ങാടിയിലൊക്കെ. പിന്നെ ഒരു എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ 3:30-4 മണിയാവണം. ആ സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾക്ക് അവരുടെ മാനസികമായ കഴിവുകേടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ലാഭം മാത്രം ഉദ്ദേശിച്ചാണെന്ന് അറിയില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നിലമ്പൂർ ടൗണിനടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലൊരു കളവ് നടന്നു. ആ കളവ് നടന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അന്വേഷിക്കുമ്പോൾ ഒറ്റയടിക്ക് എങ്ങനെ നടന്നു എന്ന് ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള കളവാണ്. ആളില്ലാത്ത സമയത്ത് വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി അലമറ, അവിടെ ഉണ്ടായിരുന്ന അലമറയുടെ താക്കോലെടുത്ത് തുറന്ന് അതിന് സ്വർണ്ണാഭരണം, ഒരു ചെയിനും പിന്നെ ഒരു വളയോ മോതിരോ എന്നൊക്കെ കൂടെയാണ് സുമാർ 5 പവൻ്റെ അടുത്തുള്ള ആഭരണങ്ങളാണ് കളവ് പോയത്. ഗ്രേ ക്രൈം എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതായത് ഇപ്പോഴുണ്ട്. അത് കൂടുതൽ വിലയുള്ള സാധനങ്ങളാണെങ്കിൽ അത് ഗ്രേവായിട്ട് CA അന്വേഷിക്കേണ്ട കേസുകൾ വരും. ഇത് CA അന്വേഷിക്കേണ്ട കേസാണെങ്കിലും അതിനെ സഹായിക്കാൻ വേണ്ടി, CA സഹായിക്കാൻ വേണ്ടി SIമാരെയും കൂടെ ചുമതലപ്പെടുത്തും. അങ്ങനെ എന്നെയും കൂടെ ചുമതലപ്പെടുത്തിയിരുന്നു നിലമ്പൂർ SI എന്നുള്ള നിലക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു വാശി പോലെ നമ്മളത് അങ്ങനെ ചെറുപ്പക്കാരെന്നുള്ള നിലക്ക് അന്ന് വരുമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഈ ഭണ്ഡാര മോഷണങ്ങളൊക്കെ കൂടുതലുള്ള സമയമാണ് അന്ന്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പെട്രോളിങ്, സാധാരണ പോലീസിൻ്റെ നൈറ്റ് പെട്രോളിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് രാത്രി 11 മണി മുതൽ 5:30 മണി വരെയാണ്. അത് 2 പോലീസുകാർ എല്ലാ പോലീസ് സ്റ്റേഷനിലും നൈറ്റ് ബീറ്റായിട്ട് നടന്ന് അവർ പോകും. സിറ്റികളിലൊക്കെ ആണെങ്കിൽ സൈക്കിളിലായിരുന്നു, അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നടന്ന് പോവുകയായിരുന്നു. ആ സമയത്ത് ഏതൊക്കെ റൂട്ട് കൂടെ പോകണമെന്ന് ഓരോ ദിവസം പ്രത്യേക ബുക്കിൽ, ബീറ്റ് ബുക്കുണ്ട്, ആ ബുക്കിൽ എഴുതി കൊടുത്ത് അതിലൂടെ നടന്നു പോവുകയാണ്. പിന്നെ അതിന് സൂപ്പർവൈസ് ചെയ്യാൻ SIമാരോ ASIമാരൊക്കെ വാഹനങ്ങളിലും പോവുകയായിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് രാത്രി ഒരു 11 മണിക്ക് നൈറ്റ് പെട്രോളിന് ഇറങ്ങുകയാണ്. നൈറ്റ് പെട്രോളിന് ഇറങ്ങുമ്പോൾ രാത്രി സെക്കൻഡ് ഷോ വിട്ടിട്ടാണ് ആളുകൾ നടന്നു പോവുക. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ വിട്ട് നടന്നു പോകുമ്പോൾ ഒരു 12 മണിക്ക് സെക്കൻഡ് ഷോ വിട്ട 12:30-ക്കെങ്കിലും സെക്കൻഡ് ഷോ വിട്ട 1-1.5 മണിക്ക് ശേഷം പിന്നെ ടൗണിലൊന്നും ആരും ഉണ്ടാവില്ല. ഇതേ ദിവസം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മമ്പാടെത്തിയ സമയത്ത് ഒരാൾ നടന്നിങ്ങനെ വരുന്നുണ്ട്. ഒരു 12:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തി അയാളുടെ കണ്ട് ചോദിച്ചു, എവിടെ നിന്ന് വരികയാണെന്ന് ചോദിച്ചു. മഞ്ചേരിയിൽ നിന്ന് സിനിമ കഴിഞ്ഞ് വരികയാണ്. സിനിമ വിട്ടിട്ട് ഇത്ര സമയമല്ലായിട്ടുള്ളൂ, എങ്ങനെ വന്നു? അപ്പോൾ ഇടവണ്ണ വരെ ലോറിയിൽ വന്നു. ലോറി അതുവരെ ഉണ്ടായുള്ളൂ, അവിടുന്ന് പിന്നെ നടന്നു വരികയാണ്. ഇങ്ങനെ ഇനി വല്ല ലോറിയും കിട്ടുകയാണെങ്കിൽ പോകണം എന്ന് കരുതി പെരിന്തമണ്ണ റോട്ടിലെത്തിക്കഴിഞ്ഞാൽ വല്ല ലോറിയും കിട്ടും. അപ്പോൾ നിലമ്പൂർ വരെ പോയി അവിടുന്ന് കരുളായിലേക്ക് സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാം എന്ന് ഉദ്ദേശിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാളെ ഡ്രസ്സൊക്കെ ഒന്ന് ദേഹം ഒന്ന് പരിശോധിച്ചു. വല്ല ആയുധങ്ങളോ മറ്റെന്തെങ്കിലും കളവ് മുതലോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ തപ്പി നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ഒന്നും കിട്ടിയില്ല. എന്നാൽ ശരി, ഏതായാലും പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, അങ്ങോട്ട് കയറി എന്നുള്ള 2 ഉദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി. സുമാർ 28 വയസ്സുള്ള ഒരു വെളുത്ത സുമുഖനായ ഒരുത്തനാണ്. ഒരു കൈലി മുണ്ടുണ്ട്, ക്രീം കളർ ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു പയ്യനാണ്. കാണാൻ തെറ്റില്ലാത്തൊരു പയ്യൻ, മെലിഞ്ഞ് നീണ്ടൊരു പയ്യൻ, 10-28 വയസ്സ് തോന്നും. വണ്ടിയിൽ കയറ്റി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോലി എന്താ എന്ന് ചോദിച്ചപ്പോൾ റബ്ബർ ടാപ്പിംഗ് ആണെന്ന് പറഞ്ഞു. ആരുടെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ എസ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എസ്റ്റേറ്റ് അവിടെ ഉണ്ട്, അതാവും എന്ന് കരുതി ഞങ്ങൾ കയറ്റി. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഒന്നും കൂടെ ഒന്ന് തപ്പി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് തപ്പി നോക്കുമ്പോൾ അണ്ടർവെയർ ഇടുന്ന ആ ഭാഗത്ത് പോക്കറ്റ് ഒന്നിങ്ങനെ കുറച്ചും കൂടെ ചില്ലറ തട്ടി നോക്കുമ്പോൾ ചില്ലറയുടെ ഒച്ച കേട്ടു. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ വണ്ടി ഇങ്ങനെ മുമ്പോട്ട് പോരുകയാണ് നിലമ്പൂർ ഭാഗത്തേക്ക്. പറഞ്ഞു കുറച്ച് ചില്ലറ പൈസയാണ്. എന്താ ചില്ലറ പൈസ? അത് തപ്പി നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒരു 500-ലധികം രൂപയുടെ ചില്ലറ കോയിൻസ് ഉണ്ട്. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചു.
ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഞാൻ ചില്ലറയാക്കി കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്, അപ്പം മഞ്ചേരിയിൽ നിന്ന് ചില്ലറാക്കി വെച്ചതാണ്. കുട്ടികൾക്ക് ഈ കുടുക്ക അല്ലെങ്കിൽ ഹുണ്ടി പോലെ കുടുക്കയിൽ ഇടാനുള്ള ശീലം പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. എങ്കിലും ഒരു ചെറുപ്പക്കാരൻ 500 രൂപയുടെ ചില്ലറ ഉണ്ടാക്കി എന്തിന് കൊണ്ടുപോയി എന്നുള്ളൊരു സംശയം അപ്പോൾ ഒന്നും കൂടെ തപ്പാൻ വേണ്ടി പറഞ്ഞു. പുറകിലുള്ള പോലീസുകാർ തപ്പിയപ്പോൾ ഇടത് പോക്കറ്റിൽ അതിൽ ഒരു 100-125 രൂപയോളം ചില്ലറ നോട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൂടുതൽ ചോദിക്കാമെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ അയാളെ വിശദമായിട്ടൊക്കെ ചോദ്യം ചെയ്ത് അയാൾക്ക് എങ്ങനെയെങ്കിലും അയാൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. എന്തായാലും രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് അയാളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ച അയാളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ആദ്യം ചോദ്യം ചെയ്തു, പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എഴുതിയെടുത്ത സമയത്ത് അയാൾ ഒന്ന് പറയുമ്പോൾ ഒരാളൊന്ന് എഴുതിയെടുക്കും, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഇതൊന്ന് വെരിഫൈ ചെയ്യുമ്പോൾ അടുത്ത ആളോട് ഒന്നും കൂടെ എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എഴുതുമ്പോൾ പല കാര്യങ്ങളും കോൺട്രഡിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ സംശയിച്ച് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അയാൾ കള്ളി പറഞ്ഞു, ഇല്ല സാർ, ഇത് ഞാൻ സിനിമയ്ക്ക് കഴിഞ്ഞ് ഹാഫ് ടൈമിന് ഇൻ്റർവെൽ സമയത്ത് ഇറങ്ങി എന്നുള്ളത് ശരിയാണ്. പോയ സമയത്ത് അങ്ങോട്ട് ബസ് പോകുന്ന സമയത്ത് ഞാനൊരു ക്ഷേത്രം നോക്കി വെച്ചിരുന്നു. ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി പൊളിച്ചതാണ്, അതിലുള്ള പൈസയാണ്. എന്താ ഇങ്ങനെ പെട്ടെന്ന് പറയാൻ കാരണം എന്താ, എന്നെ വേറെ തടി കേട് വരണ്ടെന്ന് കരുതി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അയാളുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞ് ജനിച്ച മുതലുള്ള അയാളുടെ കഥകൾ പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അയാൾ കുടുംബ പശ്ചാത്തലവും വീടുകളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബസ്സിലെ ക്ലീനറായിരുന്നു. ക്ലീനറുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരു പള്ളിയിൽ നേർച്ചപ്പെട്ടി കണ്ടു. ആ നേർച്ചപ്പെട്ടി പൊളിച്ച് അതിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസ കിട്ടിയിരുന്നു. അങ്ങനെ 2-3 തവണ പൊളിച്ചപ്പോൾ ഒരിക്കൽ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അങ്ങനെ 15 ദിവസം ജയിലിൽ പോയിട്ടുണ്ട്. പിന്നീട് ആ ജോലി നിർത്താമെന്ന് പറഞ്ഞിട്ട് ആ ബസ്സിലെ ക്ലീനർ പണി നിർത്തി വേറെ ബസ്സുകാരുടെ കീഴിൽ ക്ലീനർ പണി എടുത്തു. പിന്നെ ബസ് കണ്ടക്ടറുടെ ലൈസൻസും എടുത്തു. അങ്ങനെ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് എടുത്തെങ്കിലും കണ്ടക്ടർ പണി ആരും തരുന്നില്ല. അന്വേഷിക്കുമ്പോൾ മുതലാളിമാരൊക്കെ ഇവൻ ഇതിനു മുമ്പ് കളവ് കേസിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബസ് കണ്ടക്ടറുടെ പണി തരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നാൽ ഇത് തന്നെ ജോലി ചെയ്യാം എന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യും. സിനിമാ തിയേറ്റർ എവിടെയാണ്, മഞ്ചേരി ആണെങ്കിലും മമ്പാടാണെങ്കിലും പെരിന്തൽമണ്ണയാണെങ്കിലും ബസ്സിലിങ്ങനെ പോകുന്ന സമയത്ത് പോകുന്ന റൂട്ടുകളൊക്കെ നോക്കി വെക്കും. അപ്പം അമ്പലം പള്ളിയൊക്കെ എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചപ്പോൾ ചർച്ചും അവിടെ ഉള്ള സ്ഥലങ്ങളാണ്. അതിനൊക്കെ അമ്പലമൊക്കെ ആകുമ്പോൾ ഉള്ളോട്ടുണ്ടാവുക. അപ്പോൾ അതിന് ബോർഡ് നന്നാണ്ട് ആരോ ഇട്ടിട്ട് ബോർഡ് കാണും. ആ വഴിയിലൂടെ നേരെ നടന്നാൽ അവിടെ അമ്പലം ഉണ്ടാവും. ചർച്ചുകളിൽ അത് പൈസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പള്ളിയിലെ പൈസ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. മുസ്ലിം പള്ളികളിൽ ചില പള്ളികളിൽ പുറത്ത് ഉണ്ടാവും, ചില പള്ളികളിൽ അകത്തുണ്ടാവുക. അമ്പലത്തിൻ്റെ ഭണ്ഡാരം എപ്പോഴും പുറത്തുണ്ടാവുക. അങ്ങനെ അതിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ എടുത്തിട്ട് നമ്മൾ വരവ് ചെയ്യും. ഇതേതാണ് അമ്പലം എന്ന് ചോദിച്ചു. അത് ഇന്ന സ്ഥലത്താണ്, മഞ്ചേരിയിൽ നിന്ന് വന്ന് എടവണ്ണ അങ്ങാടിയിലുള്ള ഒരു അമ്പലമാണെന്ന് പറഞ്ഞു. അന്ന് പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് രാവിലെ പോകാമെന്ന് വെച്ച് രാവിലെ നമ്മൾ എടവണ്ണ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ പരാതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇയാളെയും കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ അവരും ചോദിച്ചു, ഇത് ഇത്ര ഉള്ളോട്ട് എങ്ങനെയാണ് ഇയാൾ കണ്ടെത്തിയത്, ആരെങ്കിലും വിവരം, കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞത് ബസ്സിലിങ്ങനെ പോകുന്ന സമയത്ത് നോട്ടം ഇത് മാത്രമാണ്, അമ്പലങ്ങളും പള്ളികളും അതുപോലെ അടച്ച വീടുകളും നോക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരമ്പലം കണ്ടു, ബോർഡ് കണ്ടു. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. നടന്ന് വന്നിട്ട് അവിടെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ അമ്പലത്തിൽ പോയിട്ട് ഈ പൈസ എടുത്തത്. ആ പൈസയാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൈസ എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അതിൽ കുറേ കിട്ടി സാർ, കുറച്ച് ഞാൻ അവിടെ തന്നെ ഇട്ടു. എന്താ അവിടെ തന്നെ ഇട്ടത്? മുഴുവൻ എടുക്കാറില്ല, അതായത് എല്ലാ പൈസയും ഞാൻ എടുക്കാറില്ല, കുറച്ച് അതിൽ തന്നെ വയ്ക്കും. എന്തെങ്കിലും ചില്ലറ ആരെങ്കിലും ഇടുന്ന സമയത്തൊന്ന് കിലുങ്ങാൻ അതിൽ ഒച്ച ഉണ്ടാവുമല്ലോ, അത് ചില്ലറ ഇടുന്നെങ്കിൽ, അപ്പോൾ അതിനകത്ത് പൈസ ഉണ്ട് എന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പൈസ അതിൽ തന്നെ എടുത്തിട്ടാണ് അത് വരാറുള്ളത്. അപ്പോൾ തുറന്നത് കാണില്ല, തുറന്നതൊക്കെ കാണും. ചില ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആ ലോക്ക് പൊട്ടിച്ചിട്ട് അത് അതേപോലെ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില ആളുകൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഭണ്ഡാരം എണ്ണുന്ന ആളുകളും പൈസ ഇടുന്ന ആളുകളും രണ്ടും രണ്ടല്ലേ.
അപ്പോൾ എണ്ണുന്ന ആളുകൾ എല്ലാ ദിവസവും പോയി ഭണ്ഡാരത്തിൽ പൈസ ഇടില്ലല്ലോ. അപ്പോൾ പൂട്ട് പൊളിച്ചിട്ട് അത് അതേപോലെ കൊളുത്തി ഓപ്പോസിറ്റ് സൈഡായിട്ട് വെക്കും. അപ്പോൾ ഈ താക്കോലിടുന്ന ഭാഗം കാണില്ല, ഇല്ലാത്ത ഭാഗമാണ് കാണുക. അപ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല അതിങ്ങനെ തുറന്നു കിടന്നായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ രീതിയിൽ ഇവിടെ വന്ന് പിന്നെ വീടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ച സമയത്ത് ഒരു 4-5 വീടുകൾ പറഞ്ഞു. ഭാഗ്യവശാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവിൻ്റെ വീടും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വീട് കണ്ടെത്തിയെന്ന് നോക്കുമ്പോൾ അന്ന് സിനിമ തിയേറ്ററിൽ നിന്ന് വരുന്ന സമയത്ത് അമ്പലങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല, ചർച്ചുകളോ മുസ്ലിം പള്ളികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ ആളൊഴിഞ്ഞ വീട് ഏതാണെന്ന് വെറുതെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. അതൊരു ഉള്ളോട്ടുള്ള റോഡാണ്. അപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല, മെയിൻ റോഡല്ല, വാഹനങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഓട്ടോറിക്ഷകൾ വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ആളുണ്ടോയെന്ന് എങ്ങനെ മനസ്സിലായി? ആൾ ഫ്രണ്ടിൽ ചെരുപ്പൊന്നും കണ്ടില്ല, പിന്നെ ലൈറ്റും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കി ആളുണ്ടോ ഇല്ലെന്ന് വെറുതെ ഒന്ന് ബെല്ലടിച്ച് നോക്കും. ബെല്ലടിച്ചപ്പോൾ ആളില്ല എന്ന് മനസ്സിലായി, ആരും വന്നില്ല. ലൈറ്റ് ഇട്ട് നോക്കിയതുമില്ല. ആരും ഉണ്ടെങ്കിൽ തന്നെ അകത്തൊരു ലൈറ്റ് ഇടും, അങ്ങനെ ലൈറ്റ് ഇട്ടില്ല. ഒരു ബെല്ലും കൂടെ അടിച്ചു, ചെയ്തില്ല. അവസാനം അയാളുടെ കയ്യിലുള്ള ഒരു ഇരുമ്പിൻ്റെ കഷ്ണമുണ്ട്, ആ കഷ്ണം ഉപയോഗിച്ച് പുറകിലെ വാതിൽ തുറന്ന് അകത്ത് കയറി അലമരയുടെ താക്കോലൊക്കെ ഒന്ന് തപ്പി നോക്കി, അത് കേടിവരുത്തുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ തപ്പി നോക്കുമ്പോൾ അലമരയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ അവിടെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ സാധാരണ ആളുകളൊക്കെ എല്ലാ അലമറകൾക്കും വീട്ടുകാർ ചെയ്യുന്നൊരു ജോലി ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും പുറത്ത് പോകുമ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഭദ്രമായിട്ട് വെക്കാറുണ്ട്. എങ്കിൽ പോലും പൊതുവെ വയ്ക്കുന്ന സ്ഥലമാണ് അലമറയുടെ മുകളിൽ. അങ്ങനെ ആ മുകളിൽ താക്കോലെടുത്തു, അത് തുറന്നു പരിശോധിച്ചു. അതിനകത്തുള്ള വേറൊരു അലമാര ഉണ്ടായിരുന്നു, രണ്ടാമത്തെ താക്കോൽ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ലോക്കർ പോലത്തെ സാധനത്തിന് അത് തുറന്നു, അതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല. ഇത് കിട്ടിയത് കൊണ്ട് വേഗം പോയി. അപ്പോൾ എന്ത് വേറെ റൂമൊന്നും നോക്കാമായിരുന്നു. ഞാൻ ചെറിയ കള്ളനല്ല സർ, എനിക്ക് കുറച്ച് കിട്ടിയാൽ ഭണ്ഡാരം മോഷണം നടത്തുന്ന ആൾക്ക് ഈ 4-5 പവൻ കിട്ടിയാൽ തന്നെ അത് മതിയില്ലേ എന്നാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. ശരി എന്ന് പറഞ്ഞ് ആ സ്വർണ്ണാഭരണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ മൊഴി പറഞ്ഞത് ബോംബെയിൽ കൊണ്ടുപോയി വിറ്റു എന്നാണ്. അപ്പോൾ ആകെ സംശയമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയാത്ത രീതിയിൽ വന്നു. കാരണം ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്രയോ ജ്വല്ലറി ഉണ്ടായിട്ട് ബോംബെ കൊണ്ടുപോയി വിറ്റു, നമ്മളെ പറ്റിക്കുകയാണോ എന്നായി. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എന്തുകൊണ്ടാണ് ബോംബെ കൊണ്ടുപോയി വിറ്റത്? അതിനൊരു ഉത്തരം, അവൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് ബോംബെയിൽ. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അന്ന് ഒരു കുട്ടിയുണ്ട് അവന്. എൻ്റെ ഭാര്യയുടെ ആഭരണം ഒന്ന് നമുക്ക് പണയം വെക്കണം, ചെറിയൊരു ആവശ്യമുണ്ട്, കുറച്ച് കടം വന്നിട്ടുണ്ട്. ഇപ്പോൾ ബസ്സിലെ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് അവൾ രണ്ടാമത്തെ കുട്ടി ഗർഭിണിയാണ്, അതുകൊണ്ട് കുറച്ച് പൈസ വേണം, എന്താ നീ ഇങ്ങോട്ട് വന്നാൽ ഞാനത് വിറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പണയം വെക്കണമെങ്കിലോ, ഇവിടെ പണയം വെക്കാൻ നീ പോയാൽ ചിലപ്പോൾ കിട്ടൂല, പരിചയമുള്ള ബാങ്കുകാരൊക്കെ നിനക്ക് ഈ കേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സംശയിച്ച് എടുക്കില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞു ബോംബെ പോയി അത് കൊടുക്കാൻ നേർന്ന് പോയി. ഇവൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. ഷാജഹാൻ്റെ ആണ് നമ്മളെ ഈ പ്രതിയായിട്ട് വന്നിട്ടുള്ളത്. അയാളുടെ വീട് കരളായിയാണ്. ഈ ഷാജഹാൻ്റെ സുഹൃത്ത് ഒരു മണിയുണ്ട്, ആ മണി ബോംബെയിലുണ്ട്, അയാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ആൾ നമ്പർ തന്നു. പക്ഷേ നമ്പർ ഞങ്ങൾ വിളിച്ചപ്പോൾ ആ നമ്പർ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. കിട്ടിയ പൈസ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവന് ഈ ബസ്സിലെ ജോലി പോയതിന് ശേഷം പല ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടം വാങ്ങിയത് പല രീതിയിലുള്ള ആളുകൾക്കും അങ്ങനെ കടം വീട്ടി എന്നുള്ളതാണ് അവൻ പറഞ്ഞത്. അത് വെരിഫൈ ചെയ്യുന്നതിന്, അവൻ്റെ അഡ്രസ്സ് വെരിഫൈ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ആളുകളെ അയച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചു. അതോടൊപ്പം തന്നെ അവൻ്റെ കൂടുതൽ നല്ല മൊഴി രേഖപ്പെടുത്തി റിമാൻഡ് റിപ്പോർട്ടൊക്കെ എഴുതി കസ്റ്റഡി അപേക്ഷയും കൂടെ കൊടുത്തിട്ട് അന്ന് 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതുകൊണ്ട് അന്ന് നമ്മൾ നിലമ്പൂർ JFCM കോടതിയിൽ ഹാജരാക്കി. JFCM കോടതിയിൽ ഹാജരാക്കിയ ഉടനെ തന്നെ നമ്മൾ ഈ സ്വർണ്ണാഭരണങ്ങൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ബോംബെയിൽ പോയി റിക്കവർ ചെയ്യണം എന്ന് പറഞ്ഞ് 10 ദിവസത്തിന് അപേക്ഷ കൊടുത്തു. 10 ദിവസത്തിന് അപേക്ഷ കൊടുത്തപ്പോൾ 8 ദിവസത്തിന് നമുക്ക് പോലീസ് കസ്റ്റഡിയിൽ കിട്ടി. അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടി.
ഈ പ്രതിയും കൊണ്ട് പിന്നെ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത് ട്രെയിനിൽ ബോംബെയിൽ പോവുകയാണ്. ബോംബെയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഞാനുമുണ്ട്, ഈ പ്രതിയുണ്ട്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ ബോംബെയിലേക്ക് പോയി. ബോംബെയിലെത്തി. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ആ സുഹൃത്തിനെ മുൻകൂട്ടി ഇവിടുന്ന് ബന്ധപ്പെട്ടിരുന്നു. ആ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ ഒരു താമസമൊക്കെ അറേഞ്ച് ചെയ്തു. കാരണം ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോൾ ബോംബെ എന്ന് പറയുന്നത് ഇന്നത്തെ ബോംബെയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന്, ഒന്നും കൂടെ സുരക്ഷിതത്വം കുറവായിരുന്നു എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിയെ കൊണ്ട് പോകുമ്പോൾ ഇവനെങ്ങാനും കള്ളത്തരം പറഞ്ഞ് നമ്മളെ പറ്റിക്കുമായിരുന്നു, നമ്മളെ ജീവനും പോലും അപകടം വന്നെങ്കിലും എന്നുള്ള രീതിയിൽ ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി അവിടെ ട്രാവൽസ് നടത്തുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, ചുങ്കത്തറയുള്ള. ആ സുഹൃത്തിൻ്റെ ബഷീർ, ആ ബഷീറിനെ വിളിച്ച് അയാൾ പറഞ്ഞു അങ്ങോട്ട് വന്നാൽ മതി, റൂം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. മൊബൈൽ ഫോണൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ബോംബെയിലൊക്കെ അത് കുറേയൊക്കെ വരുന്നുണ്ട്, കേരളത്തിലത് തീരെ ഇല്ല. അന്ന് ആളുകൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ഉണ്ട് എന്ന് കാണിക്കുന്ന അതൊരു പത്രാസായിരുന്നു ഉള്ളത്, പണ്ട് ടേപ്പ് റെക്കോർഡറിൻ്റെ പോലെ. അപ്പോൾ അത് വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിലും ഒരു കയ്യിൽ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഓടിക്കുക. അതായത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ കാണാവുന്ന രീതിയിൽ കാണണം എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു കാലമാണ്. ബോംബെയിലൊക്കെ അത് കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നു. ബഷീറിന് അത്തരത്തിലൊരു മൊബൈലുണ്ട്. അവൻ വാഹനം ഓടിച്ച് ഞങ്ങളെ ഈ മൊബൈലും പിടിച്ചിട്ട് വാഹനം ഓടിച്ച് അവൻ്റെ ഫ്ലാറ്റിലെത്തിക്കുകയാണ്. അവൻ താമസിക്കുന്ന ഫാമിലി കൊണ്ട് താമസിക്കുന്ന ഫ്ലാറ്റ് അല്ലാതെ മറ്റൊരു ഫ്ലാറ്റ് അവനുണ്ടായിരുന്നു, അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഫ്ലാറ്റിൽ ഒരു റൂമാണ് ഞങ്ങൾക്ക് തന്നത്. ഞാനും ഈ പ്രതി ഷാജഹാനും അതോടൊപ്പം എൻ്റെ കൂടെയുള്ള 2 പോലീസുകാരും അന്ന് അവിടെ താമസിക്കുകയാണ്. അന്ന് താമസിച്ച് ഡോറൊക്കെ ലോക്ക് ചെയ്തു. സുരക്ഷിതമല്ലേന്ന് ബഷീറിനോട് ചോദിച്ചപ്പോൾ സുരക്ഷിതമാണ്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ സുഖമായിട്ടിരുന്നോ എന്ന് പറഞ്ഞ് അയാൾ രാത്രി 9:30-10 മണിയായപ്പോൾ അയാൾ റൂമിൽ നിന്ന് പോയി. ഞങ്ങളവിടെ താമസിച്ച് രാവിലെ 7 മണിക്ക് വരാമെന്ന് പറഞ്ഞു. റൂമിൽ അവനവിടെ ആക്കി. അതിൻ്റെ കട്ടിലിൽ അവൻ്റെ ഹാൻഡ് കഫ് കട്ടിലിട്ടിട്ട് അവനെ നിലത്ത് കിടത്തി. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങളും ഇവിടെ താഴെ കിടന്നോളാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യക്കുറവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്. ബോംബെ പോലത്തെ സ്ഥലത്ത് അതുവരെ നമ്മളെത്തിയിട്ട് മെലിഞ്ഞൊരു ശരീരമാണ്. ഹാൻഡ് കഫ് എന്തെങ്കിലും ചെയ്ത് ഊരിപ്പോയെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാനെന്ന് ചെയ്തു. കട്ടിൽ പിടിച്ചിട്ട് നേരെ വാതിലിന് ജാമാക്കിയിട്ട് വെച്ചു. പെട്ടെന്ന് അവന് വാതിൽ തുറന്ന് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചു. എന്താടാ ചിരിക്കണേന്ന് ചോദിച്ചു. അല്ല ഒന്നുമില്ല സാർ, നീ പറയാമെന്ന് പറഞ്ഞു. സാറ് പോലീസും ഞാൻ കള്ളനുമാണ്. സാറ് ചെയ്തത് വളരെ ശരിയാണ്. എപ്പോഴാണ് എൻ്റെ മനസ്സ് മാറുക എന്നറിയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ഒരു കള്ളൻ നിലനിൽക്ക് എൻ്റെ മനസ്സ് മാറും. പക്ഷേ സാറിനെ ഞാൻ പറ്റിക്കൂല. നീ വലിയ വർത്താനം പറയണേ, എന്താ കാര്യം? ഒന്നുമില്ല സാറ് ഇത്രയും നേരമായിട്ട് സാധാരണ ഇതിനു മുമ്പ് എന്നെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ സംശയത്തിൽ 1-2 പിടിച്ചിട്ടുണ്ട്. 2 അടിയൊക്കെ തന്നിട്ട് ആണ് ആദ്യം തന്നെ ചോദ്യം ചെയ്യൽ തുടങ്ങുക. നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഈ പോലീസുകാരൊന്നും എൻ്റെ ദേഹത്ത് അങ്ങനെ വേദനിപ്പിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളെന്തായാലും ഞാൻ പറ്റിക്കൂല എന്ന് പറഞ്ഞു. ഞാനങ്ങ് വിശ്വസിച്ചു എന്ന് വെറുതെ തമാശ രൂപത്തിനോട് പറഞ്ഞു. സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് വാക്കാണ് സർ എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചു, അല്ല ഇവിടെ ബോംബെയിൽ വിറ്റു എന്ന് പറയുന്നത് സത്യമാണോ? ഞങ്ങൾക്ക് സാധനം കിട്ടുമോ? അവൻ പറഞ്ഞു 100% സത്യം. എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് സത്യം. ഞാൻ ഇവിടെ വിറ്റിട്ടുണ്ട്. ആ സുഹൃത്തിനെ കിട്ടിയാൽ ആ സാധനം കിട്ടും എന്ന് പറഞ്ഞു. അവൻ്റെ കെയർ ഓഫിലാണ് വിറ്റത്, അല്ലെങ്കിലും കട ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമായി. അവനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്ന് ഞാൻ കട്ടിൽ കിടന്ന് ഉറങ്ങി. മറ്റൊരു പോലീസുകാരനും ആ നിലത്ത് കിടന്നുറങ്ങി. മറ്റൊരാൾ കസേരയിട്ട് അവനെ നോക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ടേണായിട്ട് അവർ 2 പേരും ഉറക്കമൊഴിച്ച് ഇരിക്കാമെന്ന് പറഞ്ഞ് 2 മണി വരെ ഒരാളും 2 to 6 മറ്റൊരാളും അങ്ങനെ ഉറക്കമൊഴിച്ച് ഇരുന്ന് രാവിലെ ഞങ്ങൾ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 7 മണിയായപ്പോൾ ബഷീർ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ സ്വർണം കൊടുത്ത ജ്വല്ലറി ഒരു സ്വർണ്ണ പണിക്കാരനാണ് അവിടെ. സേട്ടുമാരുടെ ഒരു സേട്ടു, ആ സേട്ടുവിൻ്റെ കീഴിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് സേട്ടുവിനെ പരിചയമുള്ള ഇവൻ്റെ കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ അവിടെ ഇളനീർ കച്ചവടത്തെ കടയിൽ നിൽക്കുകയാണ്. ആ കെയർ ഓഫിലാണ് സേട്ടുവിനെ പരിചയം എന്ന് പറഞ്ഞു. അങ്ങനെ സേട്ടുവിൻ്റെ അടുത്ത് അവനെയും കൂട്ടി പോകാമെന്ന് കരുതി. അതിനു മുമ്പ് ഒരു പോലീസുകാരനും ബഷീറും കൂടെ പോയിട്ട് ഈ സേട്ടുവിൻ്റെ കട ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ ഈ ഷാജഹാൻ്റെ കൂട്ടുകാരൻ ജോലി ചെയ്യുന്ന ഇളനീരിൻ്റെ ആ കട
ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ ലൊക്കേറ്റ് ചെയ്തു. അവർ തിരിച്ചു വന്നു. ഒരു 11 മണിയായപ്പോൾ അവർ തിരിച്ചു വന്നതിന് ശേഷം ഷാജാനും 2 പോലീസുകാരും ഞാനും ബഷീറും അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ നേരെ കൂട്ടുകാരൻ്റെ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഇളനീർ കച്ചവടത്തിൻ്റെ ഏരിയയിൽ അവനുണ്ട്. അവനെ അവിടെ കൂട്ടി അവൻ്റെ ഓണറോട് പറഞ്ഞു ഇങ്ങനെ ചെറിയ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവനെ കൂട്ടി ഞങ്ങൾ നേരെ ഈ സേട്ടുവിൻ്റെ കടേൻ്റെ അടുത്ത് പോയി കടയൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് അപ്പുറത്ത് മാറ്റി നിർത്തി. ബഷീർ പറഞ്ഞു ഞാനും അവനും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൂട്ടുകാരനും ബഷീറും കൂടെ അവിടെ പോയി നോക്കി. അവിടെ പോയി ഈ സേട്ടുവിനോട് സംസാരിച്ചു. ഇങ്ങനെയാണ് അതിനൊരു കേസ് പെട്ട സ്വർണ്ണമാണ്, അതിൽ തന്ന ആളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് കൂട്ടുകാരൻ ഈ സേട്ടുവിനോട് പറഞ്ഞു. പൈസ വേണ്ടി വരും എന്ന് സേട്ടു പറഞ്ഞപ്പോൾ ആ പൈസ ഞാൻ എന്തെങ്കിലും തരാം, എനിക്ക് അവധി തന്നാൽ മതി എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. അതെന്നാലും വിശ്വാസമല്ല, ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷനുമായിട്ട് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ, നിങ്ങൾ 4 മണിക്ക് വന്നോ എന്ന് അവരോട് പറഞ്ഞു. ഈ കൂട്ടുകാരനും ബഷീറും കൂടെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് വന്നു. അപ്പോൾ ബഷീർ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് 4 മണിക്ക് വരാം, ഈ സേട്ടു പറഞ്ഞ രീതിയിലാവാം എന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരനെയും വണ്ടി കയറ്റി അവൻ്റെ പണിസ്ഥലത്ത് അവനെ ഇളനീര് വെക്കുന്ന കടേൻ്റെ അടുത്തെത്തി അവനെ അവിടെ നിർത്തി. ഞങ്ങൾ തിരിച്ചു പോന്നു. 4 മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നു. പിന്നീട് 4 മണിക്ക് വീണ്ടും ബഷീർ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും പോയി അവിടുന്ന് കൂട്ടുകാരനെ കൂട്ടി ബഷീറും ഈ കൂട്ടുകാരനും കൂടെ വീണ്ടും സേട്ടുവിൻ്റെ കടയിൽ പോയി. സേട്ടു അവിടെ ജോലിക്കാരെ മാത്രമാക്കി അവൾ പോയി. നേതാക്കളെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു പോയി. സ്വർണ്ണത്തിൻ്റെ വിവരമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആളുകൾ ഇവരെ ഇങ്ങനെ വളയാൻ തുടങ്ങി. ആരെ എന്തെന്നൊക്കെ ചോദിച്ചാൽ ബഷീർ പിന്നെ അവിടുത്തെ ആരനായതുകൊണ്ട് ഇത് ഇന്നതാണ്, പോലീസ് അവിടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഞങ്ങളെ വണ്ടിയുടെ അടുത്തും ബാക്കിയൊക്കെ വന്ന് നോക്കിപ്പോയി. ആ വിവരം കിട്ടിയപ്പോൾ ബഷീറും കൂട്ടുകാരനും കൂടെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു വന്നിട്ട് കയറി നമുക്കിപ്പോൾ പോകുക എന്ന് പറഞ്ഞ് നേരെ വന്ന് കൂട്ടുകാരനെ ഇളനീർ കച്ചവടത്തിൻ്റെ ഭാഗത്താക്കിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്നു. നമ്മൾ എന്നിട്ട് പറഞ്ഞു ഇന്ന് പിന്നെ പോകണ്ട, വൈകുന്നേരമാവും, നാളെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് അപേക്ഷ കൊടുത്തിട്ട് അവിടുന്ന് കൂടുതലുള്ള പോലീസിനെയും കൂട്ടി പോയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രി വീണ്ടും ഞങ്ങളവിടെ താമസിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഷാജാൻ തന്നെ കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞു സാർ കട്ടിൽ പിടിക്കും, ഞാനും കൂടെ പിടിച്ചേരാൻ പറഞ്ഞ് അവൻ തന്നെ ഡോറിന് ചാരി കട്ടിലൊക്കെ ഇട്ട് അവൻ സുരക്ഷിതമായി. അവനും അതാണ് ഒരു സേഫ് എന്ന് പറഞ്ഞത്. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ചാടിപ്പോകാൻ മനസ്സ് വരില്ലല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. രാത്രി 11 മണിക്ക് ഒരു ഫോൺ കോൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. സാർ 2 പയ്യന്മാർക്ക് വെട്ടേറ്റിട്ടുണ്ട്, അത് കുന്നംകുളത്ത് നിന്ന് വടക്കേക്കാട് പോകുന്ന വഴിയാണ്, ബൈക്കിൽ പോവുകയായിരുന്നു, വെട്ടേറ്റിട്ടുണ്ട്, അവരെ ആശുപത്രിയിലാണ്, മെഡിക്കൽ കോളേജ് കോഴിക്കോടേക്ക് തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണെന്നാണ് കേട്ടത്.